അടുത്തായിട്ട് നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും 2 ടേബിൾ സ്പൂണോളം തക്കാളി സോസുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കണം ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റത്തോളം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട്